അറക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന കോഴിക്കോട് കടപ്പുറത്ത് സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ആ പുതിയങ്ങാടി കടപ്പുറത്ത് കടന്നു ചെന്നുകൊണ്ട് തട്ടഹസിച്ച് തിരമാല കടന്നു വരുമ്പോ ആ കടലിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അടങ്ങാൻ ആക്ഷേപിക്കാൻ കൽപ്പിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയിൽ സമൂഹത്തിന് കാവിൽ നിന്ന് തന്റെ വിരൽ തുമ്പുകൊണ്ട് കടലിനെ നിയന്ത്രിക്കാൻ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന അരവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് സമുദായത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. പ്രതിസന്ധികൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. ആ പ്രതിസന്ധികളിലും തീച്ചൂളകളിൽ നിന്നും പ്രയാസങ്ങളിലും ഒരു പോറലും ഏൽക്കാതെ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക്, ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഈ കാലയളവിൽ 100 വർഷം അത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഇതിനെതിരെ എന്ത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ആരൊക്കെ അകർന്നു പോയാലും, ആരൊക്കെ കടന്നു വന്നാലും ഈ പ്രസ്ഥാനത്തെ പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായിക്കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇതുവരെയും ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാണ്. പല പ്രതിസന്ധികളും, പല പ്രയാസങ്ങളിലും, പല വീക്ഷണങ്ങളും, പല സംഘടനകളും, പല ആശയക്കാരും കടന്നു വന്നിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ഉറച്ച നിലപാട് നിൽക്കാൻ, എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാതെ ആ നിലപാടുകളിൽ, ആ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ 100 വർഷം പിന്നിട്ട ഒരു പ്രസ്ഥാനം അത് രൂപീകരിച്ചത് മുതൽ ഇതുവരെ അതിൻ്റെ ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ ഈ കാലഘട്ടത്തിൽ ഈ 100 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വിഭാഗീയവും വിഭിന്നവും ശിഥിലീകരണവുമാകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു എന്നോ, ഈ രാജ്യത്തിന്റെ സൗഹൃദം തകർക്കുന്ന രീതിയിലോ, ഈ രാജ്യത്തിലെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലോ ഒരിക്കലെങ്കിലും എവിടെയെങ്കിലും ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാനോ പരാതിപ്പെടാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ നൂറ്റാണ്ട്, ഒരു 100 വർഷം പിന്നിടുമ്പോൾ ഈ പ്രസ്ഥാനം സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ 40 അംഗ മുശാവറയുള്ള സമിതി, ആ സമിതിക്ക് ഒരു മെമ്പർഷിപ്പ് ഇല്ല, ആ സമിതിക്ക് ഒരു ജനറൽ ബോഡി ഇല്ല, ആ സമിതിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല. അവരുടെ ദൗത്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേരളക്കരയിലെ പ്രഗത്ഭരായ പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളാകുന്ന 40 ഉലമാക്കൾ, അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ കേരളക്കരയിൽ എന്നല്ല, ലോകത്ത് എവിടെയുള്ള മലയാളി സമൂഹമുണ്ടോ അവർക്ക് വിശ്വാസാനുഷ്ഠാന ആധ്യാത്മിക മേഖലകളിൽ വൈകല്യങ്ങളില്ലാതെ, ശിഥിലീകരണങ്ങളില്ലാതെ, അവരുടെ വിശ്വാസങ്ങൾക്ക് പോറലേർക്കാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ 100 വർഷക്കാലം അവർ നമ്മുടെ ഈമാനിന് കാവൽ നിൽക്കുകയായിരുന്നു. 1920കളിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്രവുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന സമരങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ കേരളക്കരയിൽ ഉടലെടുത്ത മലബാർ ലഹള, ഖിലാഫത്ത് ലഹള എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിന്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോ ഖിലാഫത്തിനെതിരെ തിരിഞ്ഞു വന്നവർക്കെതിരെ പ്രതിരോധത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ കേരളക്കരയിലെ പണ്ഡിത സമൂഹം ഉൾപ്പെടെയുള്ളവർ സദാത്യങ്ങൾ മുൻനിരയിൽ നിന്നുകൊണ്ട് സമരം നയിച്ചു. ആ സമയത്ത് ഇവിടെ നിന്നും ഒളിച്ചോടിപ്പോയ, ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ, ഈ സമുദായത്തിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ നിന്നും ഒളിച്ചോടിപ്പോയവർ ഒളിസങ്കേതത്തിൽ നിന്ന് ലഭിച്ച ശിഥിലമായ ചിന്താകൾ, വൈകല്യങ്ങളുമായിക്കൊണ്ട് സമാധാനം പുനഃസ്ഥാപിച്ചതിന് ശേഷം കടന്നു വന്നുകൊണ്ട് വികല വീക്ഷണങ്ങൾ സമൂഹത്തിൽ സമർപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഹിജ്റ 5 മുതൽ ചരിത്രം രേഖപ്പെടുത്തുന്ന ഈ കൊച്ചു കേരളത്തില് സഹാബത്തിലൂടെ കടന്നു വന്ന പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിന്റെ വിശ്വാസ മൂല്യങ്ങൾ 21 കാലഘട്ടങ്ങളിൽ ശിഥിലീകരണ ശക്തികൾ കടന്നു വന്നുകൊണ്ട് നാം അനുവർത്തിച്ചു വരുന്ന, നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, നാം ശീലിച്ചു വന്നിട്ടുള്ള നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ
തെറ്റിദ്ധാരണ പരത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേരളക്കരയിലെ പ്രഗത്ഭരായ പണ്ഡിതർ കോഴിക്കോട് വലിയ ജുമുഅത്ത് പള്ളിയിൽ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരുമിച്ച് ചേർന്നുകൊണ്ട് അൽ ഉലമാ വറസത്തുൽ അംബിയാ ദൗത്യമാണ്, പണ്ഡിതന്മാരുടെ ദൗത്യമാണ് അമ്പിയാക്കൾ നിർവഹിച്ച ആ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കുക. ഈ സമുദായത്തിന്റെ പ്രതിസന്ധി വരുമ്പോ അത് സമൂഹത്തെ തിരുത്തി കൊടുക്കുക. അവരുടെ വിശ്വാസത്തിന് കാവൽ നിൽക്കൽ പണ്ഡിതധർമ്മമാണെന്ന് ഉണർന്ന് ചിന്തിക്കുകയും അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ തന്നെ രൂപീകരിച്ച് പണ്ഡിത സമൂഹം കടന്നു വന്നുകൊണ്ട് നമ്മുടെ നാടുകളിൽ ശിഥില ചിന്താഗതിയുമായി കടന്നു വന്ന ആളുകൾക്കെതിരെ പ്രബോധനം നടത്താൻ കടന്നു വന്നു എന്നുള്ളതാണ് 1926 അന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിവര്യന്മാരായ ആരിഫുകളായ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന പണ്ഡിതർ അന്ന് നിർവഹിച്ച ദൗത്യം. അലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അന്ന് നിർവഹിച്ച പ്രാർത്ഥന, മഹ്ദി ഇമാമ് വരുന്നത് വരെ ഈ പ്രസ്ഥാനം ഈ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ കാവൽക്കാരായി നിൽക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ മുന്നിലേക്ക് നൽകുന്ന നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിച്ച ഈ 100 പതാക ഉയർത്തിയ ഈ സമസ്തയുടെ അർദ്ധചന്ദ്ര നക്ഷത്ര കുംഭാങ്കിത ഈ പതാകയുണ്ടല്ലോ, ഈ പതാക മഹ്ദി ഇമാമ് വരുന്നത് വരെ തകർക്കാൻ സാധിക്കാതെ അത് കൈമാറാൻ സാധ്യമാകുമെന്ന് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് മഹ്ദി ഇമാമിന് കൈമാറേണ്ട പതാകയാണ്, ഇസ്ലാമിന് കാവൽ നിൽക്കേണ്ട പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ പതാക. ആരാണെന്ന് പ്രാർത്ഥന നിർവഹിച്ചത്? ആർത്തട്ടഹസിച്ചു വന്ന കടൽക്കരയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രകൃതിക്ഷോഭം കൊണ്ട് തങ്ങളുടെ വീടുകളും അന്നവും മുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന കോഴിക്കോട് കടപ്പുറത്ത് സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ പ്രതീക്ഷ നൽകിക്കൊണ്ട് ആ പുതിയങ്ങാടി കടപ്പുറത്ത് കടന്നു ചെന്നുകൊണ്ട് ആർത്തട്ടഹസിച്ച് തിരമാല കടന്നു വരുമ്പോ ആ കടലിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അടങ്ങാൻ ആക്ഷേപിക്കാൻ കൽപ്പിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയിൽ സമൂഹത്തിന് കാവൽ നിന്ന് തന്റെ വിരൽ തുമ്പുകൊണ്ട് കടലിനെ നിയന്ത്രിക്കാൻ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന അരവി വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് സമുദായത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. പ്രതിസന്ധികൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. ആ പ്രതിസന്ധികളിലും തീച്ചൂളകളിൽ നിന്നും പ്രയാസങ്ങളിലും ഒരു പോറലും ഏൽക്കാതെ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്ക്, ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഈ കാലയളവിൽ 100 വർഷം അത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഇതിനെതിരെ എന്ത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ആരൊക്കെ അകർന്നു പോയാലും, ആരൊക്കെ കടന്നു വന്നാലും ഈ പ്രസ്ഥാനത്തെ പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായിക്കൊണ്ട് അള്ളാഹു സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇതുവരെയും ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാണ്. പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളിലും പല വീക്ഷണങ്ങളും പല സംഘടനകളും പല ആശയക്കാരും കടന്നു വന്നിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ഉറച്ച നിലപാട് നിൽക്കാൻ, എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാതെ ആ നിലപാടുകളിൽ, ആ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ബഹുമാനപ്പെട്ട സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കടന്നു വന്നുകൊണ്ട് ലോകത്ത് ആദ്യമായി വികലവീക്ഷണം കടന്നു വന്ന ഖാദിയാനിസം കടന്നു വന്നപ്പോൾ ആ ഖാദിയാനിസത്തിനെതിരെ പ്രതികരിക്കാൻ അഹമ്മദുൽ ഖാദിയാനി ഖുർആനിൽ പറഞ്ഞ പ്രവാചകൻ ഞാനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോൾ ലോകത്തിന്റെ മുന്നിൽ മുസ്ലിം പണ്ഡിത സമൂഹം അറങ്ങിച്ചു നിൽക്കുമ്പോൾ, അതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അമരക്കാരൻ, ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായി നമ്മളിലൂടെ കടന്നുപോയ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ നവ്വറല്ലാഹു മർക്കദും മഹാനവർകൾ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഖാദിയാനി കാഫിറാണോ? സംശയമുള്ളവൻ ഇവിടെ വാണോ? അത് പറയാൻ അർത്ഥം കാണിയിട്ടുള്ള ആദർശത്തിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വ്യതിചലനത്തിനും ഒരു ആരുടെ മുന്നിലും അറിഞ്ഞിൽക്കാതെ പതറാതെ പറയാൻ ധൈര്യം കാണിച്ചത് ലോകത്ത് ആദ്യമായി സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമയുടെ പ്രഖ്യാപനം കേട്ട് ലോകം നെട്ടി. റാബിത്തത്തുൽ ആലം ചേർന്നു, അറബ് ലീഗ് ചേർന്നു. ആരാണിത് പറയാൻ ധൈര്യം കാണിച്ചത്? ഖാദിയാനിസം കാഫിറാണ്, ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടോ.
അത് ചോദിക്കാൻ, അത് പറയാൻ ആ ആർജവം തന്നെയാണ് പല തരീക്കത്തുകളും വ്യാജമായ സിദ്ധന്മാരും കടന്നു വരുമ്പോ ജീർണതക്കെതിരെ ജിഹാദ് നടത്താൻ, അതുപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പേരിൽ മുസ്ലിം ഉമ്മത്തിൽ വിഘടനവുമായി കടന്നു വരുമ്പോൾ അവരെ സൂക്ഷിച്ചിരിക്കണം, കരുതിയിരിക്കണം. അവർ ഇസ്ലാമിന്റെ ശിഥിലീകരണം ഉണ്ടാക്കുന്നവരാണെന്ന് പറയാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സാധിച്ചു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, മഗ്‌രിബിനോട് ഇരിക്കുകയാണ്. ആ ബഹുമാനപ്പെട്ട പ്രസ്ഥാനം ഇന്ന് 100 വർഷം പിന്നിടുമ്പോ മുസ്ലിം കേരളത്തിൽ സമർപ്പിച്ച വൈവിധ്യമാർന്ന പദ്ധതികൾ 14ഓളം വരുന്ന ഉപഘടകങ്ങളിലൂടെ ഈ സദസ്സിലിരിക്കുന്ന, ഈ പ്രാന്തപ്രദേശങ്ങളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ സമസ്തയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം അവനക്ക് വിദ്യാഭ്യാസത്തിന്റെ, ഇസ്ലാമിന്റെ ആദ്യ പാഠം കുറിക്കാൻ അദബുൻ എന്ന അധ്യായത്തിലൂടെ മര്യാദയുടെ സംസ്കാരവും, അവനക്ക് ഷഹാദത്ത് കലിമയും, അവനക്ക് ഖുർആൻ പാരായണവും, അവനക്ക് തൗഹീദും, അവന് നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും, അവന്റെ സ്വഭാവ സംസ്കരണത്തിനുള്ള അഖ്ലാഖും, അതുപോലെ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന താരീഖും അവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുവാനുള്ള സൗകര്യമുണ്ടാക്കി. ലോകത്ത് ഒരു അറബ് രാഷ്ട്രത്തിന് പോലും, ഒരു ഇസ്ലാമിക യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾക്ക് പോലും സാധ്യമാകാത്ത രീതിയിൽ ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ 11,090 മദ്രസകൾ ഇന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കുന്ന സൗകര്യമുണ്ടാക്കി. അതിലൂടെ ഇസ്ലാമിനെ പഠിക്കാൻ, സംസ്കാരം പഠിക്കാൻ, സൗഹൃദം പഠിക്കാൻ, സമീപനം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു. അതിന്റെ ഉപഘടകങ്ങളായിട്ടാണ് ഈ കേരളത്തിൽ വരുന്ന ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളും കടന്നു വന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപഘടകമാകുന്ന വിദ്യാഭ്യാസ ബോർഡ്, അതിനെ കേന്ദ്രീകരിച്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, ജമിയത്തുൽ മുഫദ്ദിശീൻ, ഇങ്ങനെ തുടങ്ങി പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സുന്നി ബാലവേദി ഉൾപ്പെടെയുള്ള ഓരോ ഘടകങ്ങളും വ്യത്യസ്തമായ സംസ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് വിശ്വാസ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിനെ സംസ്കരിക്കാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും യുവജന സമൂഹത്തിന്റെ ദീനിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ, ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാര സമ്പന്നമാക്കാൻ സുന്നി യുവജന സംഘവും മഹല്ലുകളുടെ കേന്ദ്രീകരണത്തിനായി സുന്നി മഹല്ല് ഫെഡറേഷനും തുടങ്ങി വിവിധമായ സംഘടനകളിലൂടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗമനമായ നവോത്ഥാനത്തിന്റെ വഴി തുറന്നു തന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടുമ്പോ ഈ സമുദായത്തോട് പറയാനുള്ളത്, ഇന്നലെ വരെ 100 വർഷക്കാലം നമ്മുടെ ആരിഫുകളായ സൂഫി വര്യന്മാരായ സൂക്ഷ്മതയുടെ പര്യായമാകുന്ന നമ്മുടെ ആലിമികൾ ദുനിയാവിന്റെ ചിന്തകളില്ലാതെ ഉഖ്റവിയായ ജീവിതം നയിച്ച് ദീനിന്റെ പ്രബോധനത്തിന് ദർസുകൾ നടത്തി അറബിക് കോളേജുകളും മദ്രസകളും സ്ഥാപിച്ച് നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ച ഈ പ്രസ്ഥാനം ഇന്ന് അഭിവന്ദ്യനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ഷേഖുൽ ജാമി അലിക്കുട്ടി ഉസ്താദും നേതൃത്വം നൽകുമ്പോൾ അടുത്ത തലമുറയോട് വിളിച്ചു പറയുന്നത് 100 വർഷം കഴിയുമ്പോൾ ഒരു മഹാസമ്മേളനം നടത്തി പിരിയുക എന്നതിലല്ല. ഈ 100 വർഷം കഴിയുമ്പോൾ ആധുനിക സൗകര്യങ്ങളും പ്രബോധന മേഖലകളിലെ വ്യത്യസ്തമായ വിവര സാങ്കേതിക വിദ്യകളും ഒക്കെ ഉള്ള കാലത്ത് വളർന്നു വരുമ്പോഴും 11,000ഓളം മദ്രസകൾ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നു, മദ്രസകളിൽ പോകാൻ കഴിയാത്ത നമ്മുടെ മക്കളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന ചിന്തയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ലേണിംഗ് മദ്രസ തുടക്കം കുറിച്ചത്. ഇന്ന് 32 രാഷ്ട്രങ്ങളിൽ നിന്നായി, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളില്, അതുപോലെ അമേരിക്കൻ രാജ്യങ്ങളില് തുടങ്ങി 32 രാജ്യങ്ങളിൽ നിന്നായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ലേണിംഗ് മദ്രസകളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനം നടത്തുകയാണ്. ഏത് സമയത്തും അവർക്ക് പഠിക്കാനുള്ള സമയം എപ്പോഴാണോ ലഭിക്കുന്നത് ആ സമയം ഉപയോഗപ്പെടുത്തി ഈ ലേണിംഗ് മദ്രസയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ വിപുലമായ ഒരു സംവിധാനമാണ് നമ്മുടെ കുണിയിലെ 100ാം വാർഷികത്തോടുകൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ലേണിംഗ് മദ്രസയുടെ ഒരു ഈ ലേണിംഗ് വില്ലേജ് തന്നെ സമർപ്പിക്കാൻ 120ഓളം വരുന്ന ആധുനിക ടെക്നോളജി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ക്ലാസ് റൂമുകളാണ് ഈ ലേണിംഗ് വില്ലേജിലൂടെ ഈ 100ാം വാർഷികത്തിന്റെ ഉപഹാരമായി സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. ഏത് ഭാഷയിലും ഏത് രാജ്യത്തും ഏത് സമയത്തും
ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമസ്തയുടെ ഈ ലേണിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തി പഠിക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഒരു അറബ് രാഷ്ട്രമോ ഒരു അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾക്കോ സാധ്യമാകാത്ത സംവിധാനം 100 വർഷം പിന്നിടുന്ന ഈ സമസ്ത അടുത്ത തലമുറ ടെക്നോളജിയിലൂടെ വളരുകയാണ്. അവർക്ക് സമയമില്ല. മദ്രസ കെട്ടിടങ്ങളുണ്ട്, മദ്രസയിൽ വന്ന് പഠിക്കാൻ സമയമില്ല. അവർക്ക് ഏത് നട്ടപ്പാതിരാക്കും ദീന് പഠിക്കാനുള്ള സൗകര്യം വേണോ സമസ്ത സജ്ജമാക്കുന്നു. ഈ 100ാം വാർഷികത്തിന്റെ ഉപഹാരമായിക്കൊണ്ട് കോഴിക്കോട് ചേളാരിയിലെ സമസ്തയുടെ നിർദ്ദിഷ്ടമായ പുതിയ കെട്ടിടത്തിൽ കടന്നു വരുമ്പോൾ അതിൽ 120 ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ലേണിംഗ് വില്ലേജ് ആണ് കടന്നു വരാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹം ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലേക്കും സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന 15 പദ്ധതികളാണ് ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഉപഹാരമായി സമർപ്പിക്കുന്നത്. പ്രബോധന മേഖലയിൽ ഇന്ന് നമുക്കറിയാം ഈ വലിയ വേദികളും അതുപോലെ തന്നെ അമ്പരചുംബികളായ സ്റ്റേജുകളും അതുപോലെ അട്ടഹസിക്കുന്ന സംവിധാനങ്ങളുടെ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രബോധനത്തിന്റെ മേഖലകളിൽ നമുക്കൊരുപാട് മേഖലകളിൽ ദൈവത്തിന്റെ മേഖലകളിൽ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ നാടിലെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരങ്ങൾ മാറുമ്പോൾ ആ സമൂഹത്തിന്റെ താഴേക്കിടക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രബോധനത്തിന് സജ്ജമാകുന്ന ഒരു തലമുറയെ സമർപ്പിക്കാൻ ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികം സന്നദ്ധമാകുകയാണ്. 10,000-ഓളം വരുന്ന ദായികള് ഇൻഷാ അല്ലാഹ് 33,313 ആളുകളാണ് 4-ാം തീയതി മുതൽ കുണിയയിലെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള 26 ഏക്കറയോളം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന പന്തലിൽ സംഗമിക്കുന്നത്. അതിൽ 10,000-ഓളം വരുന്ന ആളുകൾ ദായികളാണ്. അവർ 2-ാം തീയതി മുതൽ തന്നെ അവരുടെ പ്രബോധനത്തിനുള്ള ട്രെയിനിങ്ങുകൾ നൽകുകയാണ്. ഈ 10,000 ആളുകളെ സമൂഹത്തിൽ സമർപ്പിക്കാൻ ഓരോ നാടുകളിലും തെരഞ്ഞെടുത്ത 2-3 ആളുകൾ മാത്രമാണ് ആ ക്യാമ്പിലേക്ക് കടന്നു വരുന്നത്. അവർ പ്രബോധനത്തിന് നേതൃത്വം നൽകാൻ മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികള്, മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങള്, ലഹരികള്, അതുപോലെ തിന്മകൾക്കെതിരെ സമൂഹത്തിന് പ്രബോധനം നൽകാൻ ഓരോ മഹല്ലിൽ നിന്നും ദായികളെ ഉണ്ടാക്കിയെടുക്കുക എന്ന ദൗത്യമാണ്. ഒരു പ്രബോധനത്തിന്റെ ഒരു വിങ്ങിനെ, പുതിയ തലമുറയെയാണ് ഈ 100ാം വാർഷികത്തിന്റെ 33,313 ക്യാമ്പ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് അറബിക് കോളേജുകളിലെയോ ദർസുകളിലെയോ മുത്തഅല്ലിങ്ങളെയോ ജമിയത്തുൽ മുഅല്ലിമീന്റെ മദ്രസ മുഅല്ലിങ്ങളെ എല്ലാം അതിൽ കടക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ ആവശ്യപ്പെട്ട് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മഹല്ലിൽ നിന്ന് 10 ആളുകളാണ്. ആ 10 ആളുകൾ ആരാവണമെന്നാണ് സമസ്ത നിർദ്ദേശിച്ചത്. ആ മഹല്ലിന്റെ പ്രസിഡന്റ് വേണം, ആ മഹല്ലിന്റെ സെക്രട്ടറി വേണം, ആ മഹല്ലിലെ ഖത്തീബ് വേണം, ആ മഹല്ലിലെ മുദരിസ് വേണം. ഇവരാണ് സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ. ഇവരാണ് ഈ സമുദായത്തിന്റെ, ഈ മഹല്ലിലെ എല്ലാ നന്മയായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. അവർ ക്യാമ്പിൽ ഉണ്ടാവണം. ഈ നാടിന്റെ ദീനീ സ്പന്ദനങ്ങൾ, ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ പുതിയ പദ്ധതികൾ അവിടെ 3 ദിവസങ്ങളിൽ ഇരുന്ന് ആസൂത്രണം ചെയ്ത് നമ്മുടെ സംസ്കാരങ്ങളിൽ ഇന്നലകളിലുണ്ടായ ഒരു തർബിയത്തിന്റെ ക്യാമ്പാണ് ഈ സമ്മേളന വേദിയിൽ നടക്കാനിരിക്കുന്നത്. അതിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് അത് പിരിഞ്ഞു പോകുമ്പോൾ തന്റെ വ്യക്തി ജീവിതത്തിലും എന്റെ സാമൂഹ്യ ബോധത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പ്രബോധന മേഖലയിലും പുതിയ അധ്യായങ്ങൾ സമർപ്പിക്കാൻ കഴിയും. ഇന്നലകളിലുണ്ടായ പൂർവ്വസ്വീകരികളായ ആരിഫുകളും ആലിമ്യങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരണവന്മാരും ഉമറാക്കളും ഒരു തലമുറ വിട പറയുമ്പോൾ അടുത്ത തലമുറയിലേക്ക് ഈ ദീനിന്റെ പ്രബോധനം, ഈ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം കൈമാറാൻ ആ ദൗത്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിക്കുന്നത്. പുതിയൊരു തലമുറയിലേക്ക് പ്രബോധനത്തിന് സജ്ജമാക്കാനാണ് ഈ 100ാം വാർഷികത്തിന്റെ 33,313 ആളുകൾ സംഗമിക്കുന്ന ക്യാമ്പ് നടക്കുന്നത്. ലോക റെക്കോർഡിൽ ഇത്രയും വലിയ ഒരു ക്യാമ്പ്, അത് റെസിഡൻഷ്യൽ ക്യാമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 5,000 പേരുകളാണ്. നമ്മുടെയൊക്കെ നാടുകളില്, നമ്മുടെ വീടുകളില് 1000 ആളുകളുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു മഹാസംഭവം അല്ലേ? 500-1000 ആളുകളുടെ കല്യാണം, അത് ഒരു നേരത്തെ ഭക്ഷണത്തിൽ അങ്ങ് കഴിയുമ്പോഴൊക്കെ തന്നെ വീട്ടുകാരൻ കുഴങ്ങി തളർന്നു, അയൽവാസികൾ അടക്കം വീട്ടുകാരൻ. എന്നാൽ 33,313 ആളുകൾ ആ 4-ാം തീയതി മുതൽ ആ ക്യാമ്പ് സൈറ്റിലാണ്. അവരുടെ പ്രഭാതം, അവരുടെ നിസ്കാരം, അവരുടെ കുളി, അവരുടെ ഉറക്ക്, അവരുടെ ദീനീ കർമ്മങ്ങളിലെ ഒരു ട്രെയിനിങ് ക്യാമ്പായി മാറുന്നത്. ഒരു ആലോചിച്ചൊക്കെയാണ്, രാവിലെ നാസ്ത കഴിച്ച് അതൊന്ന് കഴിഞ്ഞ് ഒരു ക്ലാസ് അടുത്ത ചോറിനായി. ഒരാക്കല്ല, 1000 ആക്കല്ല, 33,313 ആളുകൾ. എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നത്.
ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചോദിച്ചു, 5000 ആളുകൾ ഒരു പാട്ടുകാരൻ വന്നപ്പോ കാസർഗോഡിലെ നിയമപാലകർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ എന്താ പറയുന്നത്? 33,000 ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുകയോ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ, 2 പഞ്ചായത്തിന്റെ മേലാധികാരികൾ അവർ വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും? ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 90-ാം വാർഷികവും 85-ാം വാർഷികവും നടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ആലപ്പുഴ ജില്ലാ കളക്ടറോടോ ആലപ്പുഴയിലെ പോലീസ് സൂപ്രണ്ടിനോടോ ചോദിക്കാം. അവർ കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ്, ഇവർ അഭിമാനമുള്ളവരാണ്. ഈ നാടിന് പോറലേൽക്കുന്ന, ഈ നാടിന്റെ പരിസ്ഥിതിക്കോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഒരു പ്രയാസവും വരുത്തുന്ന ഒന്നും ഈ സമൂഹത്തിൽ നിന്നുണ്ടാകില്ല. ഈ 100 വർഷക്കാലം അവരുണ്ടാക്കിയിട്ടില്ല. ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് അവരുടെ വിഖായുടെ വളണ്ടിയർമാരുണ്ട്. നിയമപാലകർക്ക് പോലും സാധ്യമാക്കാത്ത രീതിയിൽ അത് സംവിധാനം ഒരുക്കാൻ ആ സമസ്തയുടെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥി വിഭാഗമാകുന്ന SKSSF വിഖായ ഉണ്ട് എന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ നാട്ടിൽ കാസർഗോഡ് അത് വരുമ്പോ അതിന്റെ പ്രചാരകരാകാൻ, അതിന്റെ പങ്കാളികളാകാൻ, അതിന്റെ ഒപ്പം നിൽക്കാൻ, ഈ പ്രബോധനത്തിന്റെ ഭാഗമായി ഒരു കണ്ണിയാകാൻ നമുക്ക് സാധിച്ചതിൽ ഈ നാട്ടുകാരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഇവിടുത്തെ SKSSF ഇവിടുത്തെ ഇസ്ലാമിക സെന്ററിന്റെ ഇവിടുത്തെ ജമാഅത്തിന്റെ നേതാക്കൾ മുൻകൈയെടുക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടെ സംഗമിച്ച ലക്ഷോപലക്ഷം സഹാബത്തിന്റെ മുന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധമായ ഇസ്ലാമിന്റെ, ഈ ഖുർആനിന്റെ പ്രബോധനത്തിന്റെ ദൗത്യം ഈ ദിവസം ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയൊന്നും എന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒന്നും ഞാൻ തടഞ്ഞു വെച്ചിട്ടില്ല, ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഇത് ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശം എത്തിക്കാനുള്ള ബാധ്യത അത് നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്തിന്റെ പേരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് പിരിയുന്ന ഓരോ സഹാബത്തും അവർ വന്ന നാട് ചിന്തിച്ചിട്ടില്ല, അവർ പോകേണ്ടത് എവിടേക്കെന്ന് ചിന്തിച്ചിട്ടില്ല. ഹജ്ജ് കഴിഞ്ഞ് അവർ പിരിയുന്നത് അവരുടെ വാഹനം, അവരുടെ കുതിരകൾ, അവരുടെ ഒട്ടകങ്ങൾ ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞത് ആ ദിശയിലേക്ക് തിരിയുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദൗത്യം അത് അടുത്തൊരു തലമുറയിലേക്ക്, അടുത്തൊരു സമൂഹത്തിലേക്ക്, അടുത്തൊരു മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന ബാധ്യത എന്നിലാണ് റസൂൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദൗത്യവുമായി കടന്നു വന്നവർ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളില്ലാതെ, ജില്ലയോ നാടുകളോ നിർണയിക്കാതെ അവർ കടന്നു വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്തി. ഹിജ്റ 5-ാം വർഷത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിലും വന്നു. ആ സഹാബത്തിൽ നിന്ന് വന്നവർ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ആ ഇസ്ലാമിക ദൗത്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സൗഹീദിന്റെ ആ സംസ്ഥാപനം ആ സഹാബത്തിൽ നിന്ന് താബീങ്ങളിലൂടെ ഏറ്റെടുത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ഉമ്മത്തിന് പോറലേൽക്കാതെ കൈമാറി വന്ന നമ്മുടെ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതർ, മഹാരഥന്മാരായ ആരിഫുകൾ ആ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം 100 വർഷം ഏറ്റെടുത്ത് സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ അഭിവന്ദ്യരായ നേതാക്കൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള വന്യവയോധികരായ ആരിഫുകളായ ദീനിന്റെ ധർമ്മത്തിന് കാവൽ നിൽക്കാൻ കടന്നു വന്നവർ അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നത്. ഇതാ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ കാലയളവിൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്നിട്ടുണ്ട്. അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിക്കാൻ ഞങ്ങൾ അവരെ വിളിച്ചു ചേർന്നിട്ടുണ്ട്, അവരിലേക്ക് ഇത് പകർന്നിട്ടുണ്ട് എന്ന് അവർക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. നാളെ മഹ്ശറിൽ നമ്മൾ എന്തു പറയും? അത് ഏറ്റെടുത്തുകൊണ്ട് അടുത്തൊരു തലമുറയിലേക്ക് പകരാൻ, ഇത് ഏറ്റെടുക്കാൻ ഇന്ന് നമ്മുടെ ബാധ്യതയാണ്. ഓരോ മുസൽമാന്റെയും നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധനം. അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദീർഘിപ്പിക്കുകയല്ല, 15ഓളം പദ്ധതികളിൽ 2 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതിന്റെ കൂടെ ഒരുപാട് പദ്ധതികൾ ആരോഗ്യരംഗത്ത് സമസ്ത ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് കൂനിന് പോലെ മുളച്ചു പൊന്നുന്ന 2 സംവിധാനങ്ങളാണ്. ഒന്ന് മദ്രസ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്കൂളുകൾ,
വിവിധമായ ടെക്നോളജി സംവിധാനങ്ങളുള്ള ആധുനിക സംവിധാനങ്ങളോട് കൂടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് ആരോഗ്യ സംരക്ഷണത്തിലുള്ള ആശുപത്രികൾ. നമ്മളൊക്കെ നെട്ടോട്ടമോടുന്നവരാണ്. ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിൽ, ആധുനിക സൗകര്യമുള്ള ആശുപത്രി. കാസർഗോഡ് മതിയാകാതിരിക്കുമ്പോൾ മംഗലാപുരത്തേക്ക്, അവിടുന്ന് മതിയാകാതിരിക്കുമ്പോൾ ബാംഗ്ലൂരിലേക്ക്, അമേരിക്കയിലായാലും ലോകത്ത് എവിടെയായാലും എന്റെ ഉപ്പാന്റെ ജീവനൊന്ന് തിരിച്ചു തരുമെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് നട്ടോട്ടമിടുന്നു. ആശുപത്രികളും കൈവിടുന്ന ഒരു ഘട്ടമുണ്ട്. ഡയാലിസിസ് പോലുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ വൈദ്യശാസ്ത്രം കൈവിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നൊരു മേഖല. ആ രംഗത്ത് മക്കൾക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ ഉപ്പയുടെ അതുപോലെ ഉറ്റവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ വേദന കൊണ്ട് പൊളയുന്ന ആ രംഗം കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത സാഹചര്യം, അവരെ പരിചരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വേദന കൊണ്ട് പൊളയുന്ന അത്തരം ആളുകളെ ഈ സമൂഹത്തിന്, ഈ കുടുംബത്തിന്, ഇവിടെ എല്ലാത്തിനും വേണ്ടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സമർപ്പിച്ച അവർ അവസാനം വിട പറയുന്ന, അല്ലെങ്കിൽ മണിക്കൂറുകൾ, അല്ലെങ്കിൽ ദിവസങ്ങൾ, അല്ലെങ്കിൽ മാസങ്ങൾ, ആ പൊളിയുന്ന നേരത്ത് അവർക്കൊരു സാന്ത്വനമാകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരോഗ്യരംഗത്ത് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള, മതപ്രബോധനത്തിന് ഉപകരിക്കുന്ന, അവർക്ക് തസ്കിയത്ത് ലഭിക്കുന്ന, അവർക്ക് ഖുർആൻ പാരായണം കേൾക്കുന്ന രീതിയിലുള്ള ഒരു മെഡിക്കെയർ സെന്ററുകൾ എല്ലാ നാടുകളിലും സ്ഥാപിക്കണം. ഈ സമ്മേളനത്തിന് ഉപഹാരമായി സമൂഹത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലറിയാം, ഇഷ്ടംപോലെ ഡയാലിസിസ് സെന്ററുകളുണ്ട്, ഇഷ്ടംപോലെ ആംബുലൻസുകളുണ്ട്, അതുപോലെ പാലിയേറ്റീവ് സെന്ററുകളുണ്ട്. ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ അവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകൊണ്ട് അത് ഉച്ചരിച്ച് വിട പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെഡിക്കെയർ സെന്ററുകൾ ഈ സമ്മേളനത്തിന്റെ ഉപഹാരമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന രീതിയിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഒരു ഇസ്ലാമിക് ഹോസ്റ്റലുകൾ, പ്രധാനപ്പെട്ട ടൗണുകളിൽ 5 കേന്ദ്രങ്ങളിൽ, അതുപോലെ കേരളീയ മോഡൽ കർണാടക, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അൽഹംദുലില്ലാഹ് 100ാം വാർഷികം ബാംഗ്ലൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിനുശേഷം 5ഓളം സ്ഥാപനങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് 100ാം വാർഷികത്തിന്റെ ഭാഗമായി തുടക്കം കുറിക്കുകയാണ്. അതിന്റെയൊക്കെ വിജയത്തിന്, ആ കർമ്മ പദ്ധതിക്കാണ് ഈ 100 വർഷത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത നമ്മോട് ചോദിച്ചത്. ഇതൊക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വലിയ സാമ്പത്തിക വേണം, തഹിയ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൂഹം നൽകി 47 കോടി നാണയത്തുട്ടുകൾ. 1 രൂപ മുതൽ 10 ലക്ഷം, 50 ലക്ഷം വരെ, കോടികൾ വരെ. കഴിഞ്ഞ ദിവസം ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ സന്ദേശയാത്രയുടെ സമാപന വേദി കമ്മങ്ങലാപുരത്തെ കണ്ണൂർ അടിയാറിൽ സമാപിക്കുമ്പോൾ ആ സദസ്സിൽ ഒരു സഹോദരൻ പറഞ്ഞത് 1 കോടി ഞാൻ നൽകാമെന്നാണ്. ഈ സമൂഹത്തിന് നമ്മൾ സമർപ്പിക്കുന്നത് അത് സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഉപകരിക്കുമെന്ന വിശ്വാസത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും അത് ഏറ്റെടുത്ത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം. ഈ ദൗത്യത്തിൽ നാളെ മഹ്ശറിൽ ദീനിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് അതിന് കൂടെ ചേരാൻ സാധിക്കണം. 100ാം വാർഷികത്തിന്റെ സന്ദേശത്തിന്റെ ഭാഗമായി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് ചേരാം. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി കുനിയയിൽ വെച്ച് നടക്കുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിലെ സമസ്ത 100ാം വാർഷികത്തിന്റെ 100ന്റെ നിറവിലേക്കുള്ള ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടിലേക്ക് പങ്കാളിയാകാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദി വളരെ മനോഹരമായ രീതിയിൽ ഒരു നാടിനെ വിളിച്ചുയർത്തുന്ന രീതിയിൽ ഒരുമിച്ച് ചേർത്തതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള അബ്ദുൽ ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ ബർസഖിയായ ലോകത്ത് നമുക്കൊക്കെ നമ്മുടെ മീസാനിൽ ഹസനാത്തുകൾ വർദ്ധിക്കാൻ ഈ സംഗമങ്ങളും ഇതിനുവേണ്ടി ലഭിച്ച സമയങ്ങളും അള്ളാഹു സാക്ഷിയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.